മുഹറം മാസം ഇതാ നമ്മളിലേക്ക് കടന്നു വരികയാണ്. മുഹറം പുതിയൊരു വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, പുതിയൊരു മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ഈ മാസത്തിൽ നമ്മൾ അറിയേണ്ട, ചെയ്യേണ്ട, പറയേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം ദിക്റുകൾ, ദുആകൾ, തസ്ബീഹുകൾ, മൊത്തത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് മസ്അലകൾ എല്ലാം വിശദമായി പറയുന്ന ഈ വീഡിയോ അവസാനം വരെ കാണുക. മുഹറം മാസത്തിൽ അല്ലാഹു തആല ഒരുപാട് പ്രവാചകന്മാർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത ദിവസങ്ങളുണ്ട്. മുഹറം 1 മുതൽ 10 വരെയുള്ള അതിശ്രേഷ്ഠമായ ദിവസങ്ങൾ. മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞത് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആലയാണ്. മുഹറം മാസത്തിനുള്ള ശ്രേഷ്ഠത ഏത്? അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ അത്ഭുതപ്പെടുത്തുന്ന ഒരു ആയത്ത് നിങ്ങൾക്ക് ഏതെന്നറിയുമോ? ഒരുപാട് പേര് എപ്പോഴും പറയുന്ന പ്രയാസമാണ്, ഉസ്താദേ ഒരുപാട് പ്രശ്നമാണ്, ഒരുപാട് രോഗമാണ്, ഒരുപാട് സങ്കടമാണ്, ഒരുപാട് ആയത്തോതി, ഒരുപാട് ദിക്ർ ഓതി, ഒന്നും മാറുന്നില്ല. ഈ വരുന്ന മുഹറം മാസം തൊട്ട് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഇനി പറയുന്ന ഒരു ആയത്ത്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിച്ചാൽ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല വലിയ ആപത്തിൽ നിന്നും കാവൽ കൊടുത്തതുപോലെ നമുക്കും അല്ലാഹു വലിയ കാവൽ നൽകും. പ്രവാചകന്മാർക്ക് അല്ലാഹു തആല ആപത്തിൽ നിന്നും കാവൽ കൊടുത്ത വലിയ അത്ഭുതപ്പെടുത്തുന്ന ആ ആയത്ത് ഇൻഷാ അല്ലാഹ് നമുക്കും പഠിക്കാം. ഈ മുഹറം മാസത്തിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റാം. ഏതാണ് ആ ആയത്ത്? പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം വിട പറയാൻ ഒരുങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നമ്മളിലേക്ക് കടന്നു വരുന്ന മുഹറം മാസം, ആ മുഹറം മാസത്തിൻ്റെ 1 മുതൽ 10 വരെ എന്ന് മാത്രമല്ല, മുഹറം മാസം മുഴുവനും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് അമലുകളുണ്ട്. 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതണം, 113 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെക്കണം, തുടങ്ങി ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴേ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴേ നമ്മൾ അറിഞ്ഞു വെക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു കൂട്ടം കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസം നമ്മളിലേക്ക് ഇതാ ആഗതമാവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരു പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അതിന് വലിയൊരു അവസരം നൽകി. എന്തിന്? അല്ലാഹുവിലേക്ക് ഇനിയും ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള അവസരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഖൈറുൽ മുഅ്മിൻ, മുഅ്മിനീങ്ങളിൽ ഏറ്റവും ഖൈറായ ആളുകൾ, തൂലു ഉംർ, അവരുടെ ആയുസ് അല്ലാഹു തആല ദീർഘിപ്പിച്ചു കൊടുക്കും. വഹസുന അമൽ, അവരുടെ അമലുകളെ അല്ലാഹു തആല നന്നാക്കി കൊടുക്കും. അല്ലാഹു തആല ആയുസ് ദീർഘിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അല്ലാഹു തആല ചെറുപ്രായത്തിൽ മരിപ്പിക്കാതെ ഒരു 50, 60, 70, 80, 90, 100 വയസ്സ് വരെ ജീവിക്കാനുള്ള അവസരം കൊടുക്കുന്നു ഒരു മുഅ്മിനിന്. അത് അവനിക്ക് ഖൈറാണ്. അതുമാത്രമല്ല ഖൈറ്, ആ കൊടുക്കുന്ന വയസ്സിൽ നല്ല അമലുകൾ ചെയ്യാൻ, നല്ലതുപോലെ നിസ്കരിക്കാനും നോമ്പെടുക്കാനും മറ്റ് ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു കൊടുത്താൽ അവനാണ് മുഅ്മിനീങ്ങളിൽ ഏറ്റവും ഖൈറായവനെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നമുക്കെല്ലാവർക്കും ആ ഒരു വലിയ അവസരം അല്ലാഹു തആല നൽകാൻ പോവുകയാണ്. ഒരു പുതിയ വർഷം നമ്മളിലേക്ക് ഇതാ കടന്നു വരികയും ചെയ്യുന്ന ഈ സമയത്ത് ഈ മുഹറം മാസത്തെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? മുഹറം മാസത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്? നമുക്ക് വിശദമായി ഈ വീഡിയോയിൽ നിന്നും പഠിക്കാം. ആദ്യമായി പറയട്ടെ, മുഹറം എന്നത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ന്യൂ ഇയർ ആദ്യത്തെ മാസമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇസ്ലാമിക് കലണ്ടർ നിലവിൽ വരുന്നത്. ആ ഇസ്ലാമിക് കലണ്ടർ നിലവിൽ വരുമ്പോൾ പല സ്വഹാബിമാരോടും ചോദിച്ചു, ഒരു കലണ്ടർ ആകുമ്പോൾ ഒന്നാമത്തെ മാസം, രണ്ടാമത്തെ മാസം, 3, 4 അങ്ങനെ മാസങ്ങൾ ഏത് കൊടുക്കണം? ഓരോ കലണ്ടറിനും അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഉണ്ടല്ലോ. അതുപോലെ മലയാളത്തിലാണെങ്കിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം അങ്ങനെ പോകുന്നു. ഇതുപോലെ ഹിജ്റ വർഷം തുടങ്ങുമ്പോൾ ഏതിലാണ് കൊടുക്കേണ്ടത്? ആദ്യത്തെ മാസം ഏതായിരിക്കണം? ഒരുപാട് സ്വഹാബിമാർ ഒരുപാട് അഭിപ്രായം പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു പരിശുദ്ധമായ റമളാൻ
അതാണല്ലോ പുണ്യങ്ങളുടെ പൂക്കാലം. വിശുദ്ധമായ ലൈലത്തുൽ ഖദറുള്ള മാസമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ആദ്യം റമളാൻ മാസത്തെ കൊടുക്കാം. പല സ്വഹാബിമാരും അത് അംഗീകരിച്ചില്ല. ചില സ്വഹാബിമാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണല്ലോ, അതുകൊണ്ട് ഒരു വർഷം തുടങ്ങുമ്പോൾ ആദ്യം റബീഉൽ അവ്വൽ ആയിക്കൊള്ളട്ടെ. പല സ്വഹാബിമാരും അഭിപ്രായം പറഞ്ഞു, അത് വേണ്ട. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ അഭിപ്രായങ്ങളെല്ലാം കേട്ടിട്ട് മഹാനവറുകൾ പറഞ്ഞു, നമുക്ക് ഒരു കാര്യം ചെയ്യാം. വിശുദ്ധമായ ഹിജ്റ നടന്നത്, ഹിജ്റ മക്കയിൽ നിന്നും മദീനയിലേക്ക് മുത്തായി റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ഹിജ്റ പോയത് മുഹറം മാസത്തിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ കലണ്ടറിന് ഹിജ്റ കലണ്ടർ എന്നും, അതുപോലെ തന്നെ ഈ ഹിജ്റ നടന്ന വർഷമാകുന്ന മുഹറം മാസത്തെ ആദ്യത്തെ മാസമാക്കാം എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയും ബാക്കിയുള്ള സ്വഹാബിമാർ അത് ഏറ്റെടുക്കുകയും അങ്ങനെ ഇസ്ലാമിക് കലണ്ടർ നിലവിൽ വരികയും ചെയ്തു. മുഹറം പവിത്രമായ മാസമാണ്. അല്ലാഹു തആല ആദരിച്ച ബഹുമാനിച്ച 4 മാസങ്ങളുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും, വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ അടുക്കൽ 12 മാസങ്ങളുണ്ട്. ആ 12 മാസങ്ങളിൽ അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച വലിയ ശ്രേഷ്ഠത കൊടുത്ത 4 മാസങ്ങൾ. ഒന്നാമത്തെ മാസം ദുൽഖഅദ മാസമാണ്, രണ്ടാമത്തേത് ദുൽഹിജ്ജ മാസമാണ്, മൂന്നാമത്തേത് മുഹറം മാസമാണ്, നാലാമത്തേത് റജബ് മാസമാണ്. അല്ലാഹു ആദരിച്ച ബഹുമാനിച്ച 3ാമത്തെ മാസം പരിശുദ്ധമായ മുഹറം മാസം. ആ മുഹറം മാസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. മുഹറം ഇസ്ലാമിക് ന്യൂ ഇയർ ആണ്. മുഹറം എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ്? പല ആളുകളും ചോദിക്കും, എന്താ ഉസ്താദ് ഈ മുഹറം? മുഹറം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്ത്? ആദരിക്കപ്പെട്ടത്, ഹറാമാക്കപ്പെട്ടത്, അല്ലാഹു തആല വലിയ ശ്രേഷ്ഠത കൊടുത്തത് എന്നാണ് ഈ മുഹറം എന്ന വാക്കിൻ്റെ അർത്ഥം. ഈ 4 മാസങ്ങൾ അറബികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആദരവ് കൊടുത്ത മാസമാണ്. സ്വന്തം വാപ്പയെ കൊന്ന ഘാതകനെ പോലും അവർ കണ്ടാൽ മൈൻഡ് ചെയ്യാത്ത മാസമായിരുന്നു ഈ 4 മാസങ്ങൾ. അതായത് അറബികൾക്കൊരു സ്വഭാവമുണ്ട്, 6ാം നൂറ്റാണ്ടിൽ അറബികൾക്കൊരു സ്വഭാവമുണ്ട്, കാട്ടറബികൾക്ക്. അതായത് തൻ്റെ വാപ്പയെ കൊലപ്പെടുത്തിയ ഒരു മനുഷ്യൻ, അയാളെ മാത്രമല്ല ഇവർ പകരമായിട്ട് കൊല്ലുക, അയാളുടെ ബന്ധുക്കളെയും കൊല്ലുമായിരുന്നു. എങ്ങനെ? ഒരാൾ മറ്റൊരാളെ കൊന്നാൽ ആ കൊലയാളിയെ മാത്രമല്ല കൊല്ലുന്നത്, കൊലയാളിയുമായി ബന്ധപ്പെട്ടവരെയും കൊല്ലും. അത്രമാത്രം നീചന്മാരും കാടന്മാരുമായിരുന്നു അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില അറബികൾ. എന്നാൽ ഈ പരിശുദ്ധമായ ഈ 4 മാസങ്ങൾ, പ്രത്യേകിച്ച് മുഹറം മാസമൊക്കെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? വാപ്പയെ കൊന്ന ഘാതകനെ പോലും മൈൻഡ് പോലും ചെയ്യില്ല. ഈ മുഹറമൊക്കെ കഴിഞ്ഞിട്ട് പതിയെ അവർ പകരം വീട്ടുമായിരുന്നുള്ളൂ എന്നാണ്. അല്ലാഹു ആദരിച്ച മാസമാണ് വിശുദ്ധമായ ഖുർആൻ. സൂറത്തുൽ ഫജ്ർ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ എന്ന് വിശുദ്ധമായ ആ സൂറത്തുൽ ഫജ്റിൻ്റെ ആദ്യത്തെ ആയത്തുകൾ, വൽ ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 ദിവസങ്ങളെ തന്നെയാണ് സത്യം. ഈ 10 ദിവസങ്ങൾ ഏതാണ്, ഈ 10 രാത്രികൾ ഏതാണ് എന്ന് ഉലമാക്കൾക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പറയുന്നു അത് പരിശുദ്ധമായ റമളാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 രാത്രികളാണ്. ചിലർ പറയുന്നു അത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ചില ഉലമാക്കൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ വലയാലിൻ അശ്ർ എന്ന ഈ 10 രാത്രികൾ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് മുഹറം മാസത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള രാത്രികളാൽ അത്രമാത്രം ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുള്ള ഒരു മാസമാണ്, ഒരു ദിവസങ്ങളാണ് നമ്മളിലേക്ക് ഇനി കടന്നു വരാനുള്ളത്. അല്ലാഹു തആല സ്വർഗത്തെ സൃഷ്ടിച്ചത് മുതൽ ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് നടത്തിയ ഒരുപാട് പ്രവാചകന്മാർക്ക് അവരുടെ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുത്തിട്ടുള്ള ഒരു സുന്ദരമായ പവിത്രമായ മാസമാണ് മുഹറം മാസം. ഈ മുഹറം മാസത്തിൽ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് കുടുംബബന്ധം മുറിച്ച ആളുകളുണ്ടോ ആ കുടുംബബന്ധം ചേർക്കണേ. ഈ മുഹറം മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദുആ അതിൻ്റെ ഉമ്മമാർക്ക് പറഞ്ഞു തരാം. നമ്മൾ പല വീഡിയോകളിലും പല ദുആയും പറയുന്നുണ്ട്, അൽഹംദുലില്ലാ അതെല്ലാവരും ചൊല്ലുന്നുണ്ട്, പല ആളുകളും അത് എഴുതി വെച്ച് കാണാതെ പഠിക്കുന്നുണ്ട് എന്ന സന്തോഷ വാർത്ത പല ഉമ്മമാരും അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് നമ്മുടെ ഈ മുഹറം മാസം കടന്നു വരുമ്പോൾ
നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കേണ്ടതുണ്ട്. ഉസ്താദേ, ഞാൻ ഭാര്യയുമായിട്ട് നല്ല സ്നേഹത്തിലായിരുന്നു, പക്ഷേ എന്തോ ഒരു കാര്യത്തിന് അവൾ എന്നോട് പിണങ്ങി, അവൾ എന്നോട് മിണ്ടുന്നില്ല. ചില ഭർത്താക്കന്മാർ പരാതി പറയുന്നു ഭാര്യമാരെ പറ്റി. ചില ഭാര്യമാർ ഭർത്താക്കന്മാരെ പറ്റി പരാതി പറയുന്നു, ഉസ്താദേ എൻ്റെ ഇക്ക എന്നോട് മിണ്ടിയിട്ട് ഒരുപാട് നാളുകളായി. ഉസ്താദെ എൻ്റെ മകൻ എന്നോട് മിണ്ടിയിട്ട് ഒരുപാട് നാളായി. ഉസ്താദെ എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ എന്നോട് മിണ്ടിയിട്ട് ഒരുപാട് നാളുകളായി. ഉസ്താദെ എൻ്റെ സഹോദരൻ മിണ്ടിയിട്ട്, എൻ്റെ കുടുംബാദികൾ ഞങ്ങളോട് മിണ്ടിയിട്ട് സംസാരിച്ചിട്ട് പിണങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. പിണക്കം മാറി ഇണക്കം കടന്നു വരാൻ എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, ഈ പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസം വിട പറഞ്ഞ് ഈ മുഹറം മാസം കടന്നു വരുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ നമ്മൾ നിത്യമായി നമ്മുടെ ദുആകളിൽ കൊണ്ടുവരേണ്ട ഒരു പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ഒരു ദുആ എൻ്റെ ഉമ്മമാർക്ക് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. ആ ദുആ നിങ്ങൾ കാണാതെ പഠിച്ച് എല്ലാ നിങ്ങളുടെ ദുആകളിലും അതല്ലാത്ത സമയത്തും ഇത് പതിവാക്കിയാൽ കുടുംബ ബന്ധം നമുക്ക് ചേർക്കാൻ സാധിക്കും. കുടുംബങ്ങളിലെ ആ പിളർപ്പ് മാറ്റി ആ കുടുംബങ്ങളിൽ ഇണക്കം കൊണ്ടുവരാം, പിണക്കം മാറ്റി ഇണക്കം കൊണ്ടുവരാം. എല്ലാവർക്കും പരസ്പരം സ്നേഹമുണ്ടാകും. ഈ മുഹറം മാസത്തിൽ തന്നെ നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. മുഹറം ആവണ്ട, ഇനി ഇപ്പോഴേ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ ദുആ പതിവാക്കുക. ഏതാണ് ആ ദുആ? മക്കളിലും കുടുംബാദികളിലും ഭാര്യമാരിലും മാതാപിതാക്കളിലും എല്ലാവരിലും ഖൈറും ബറക്കത്തും ഉണ്ടാവാൻ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു ദുആയാണ്. പ്രവാചകന്മാരൊക്കെ പലപ്പോഴും ഇതുപോലത്തെ അർത്ഥം വരുന്ന ദുആകൾ ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരുണ്ടോ, സഹോദരങ്ങളുണ്ടോ? അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്തവരുണ്ടോ? അങ്ങനെ ഒരുപാട് നീറുന്ന ദാമ്പത്യ പ്രശ്നങ്ങളിൽ എന്തൊക്കെ പ്രയാസങ്ങൾ, കുടുംബജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടോ, എല്ലാം മാറിയിട്ട് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാൻ നല്ല നിയ്യത്തിൽ ഈ പരിശുദ്ധമായ മുഹറം മാസത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ, ഈ ദുആ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും നിത്യമാക്കണേ. ഏത് ദുആ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുആ പതിവാക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ഈ മുഹറം മാസം കടന്നു വരുമ്പോൾ ഒരുപാട് നന്മകൾ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോകളിൽ വിശദമായിട്ട് പറയാം. ആ ആദ്യത്തെ ദിവസത്തിൻ്റെ പകലിലും രാത്രിയിലുമായി നമ്മൾ ചെയ്ത് തീർക്കേണ്ട ചില അമലുകളുണ്ട്. നമുക്ക് 360 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതേണ്ടതുണ്ട്. അതിൻ്റെ പ്രതിഫലം എന്താണ് ഉസ്താദെ? ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ 113 പ്രാവശ്യം നമുക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചാൽ വലിയ പുണ്യമുണ്ട്, വലിയ ശ്രേഷ്ഠത കിട്ടും. ആ ഒരു വർഷം തന്നെ അല്ലാഹു തആല നമ്മുടെ ഇടങ്ങേറുകൾ മാറ്റും. എഴുതുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല നിയ്യത്തോടു കൂടി പല ആളുകൾ ഇപ്പോൾ പറയുന്നു, സാർ ഞങ്ങളൊക്കെ എഴുതി വെച്ചല്ലോ, കഴിഞ്ഞ വർഷം ഞങ്ങൾ എഴുതി വെച്ചത് ഇപ്പോഴും ഉണ്ട്, അതൊന്നും പോയിട്ടില്ല, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും പ്രയാസമാണ്. നമ്മൾ എഴുതുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് എല്ലാ പ്രയാസങ്ങളും മാറും. അതൊക്കെ നമുക്ക് പറയാം. ആദ്യത്തെ ദിവസം തന്നെയാണ് എഴുതേണ്ടത്. മുഹറം 1 ആ പകലിലും അല്ലെങ്കിൽ അതിൻ്റെ തലേന്ന് രാത്രിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പകലിലോ ആണ് എഴുതി വെക്കേണ്ടത്. 113 പ്രാവശ്യം നമ്മൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതുമല്ലോ. അപ്പോൾ ഒരു 113 പ്രാവശ്യം നമ്മൾ പറഞ്ഞിരിക്കണം. എന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ എഴുതാം. അതെങ്ങനെയാണ് എഴുതേണ്ട ആ രൂപം ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് എഴുതുന്നത് കാണിച്ചു തരാം. അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇതൊക്കെ നിർബന്ധമാണെന്നും പറയുന്നില്ല, ചെയ്താൽ വലിയ ഖൈറാണ്. കമൻറ്റിലൊക്കെ ഒരു സഹോദരി ചോദിച്ചിരുന്നു, മുഹറം മാസത്തിൽ 113 ബിസ്മി എഴുതുമല്ലോ ഉസ്താദെ, ആ സമയത്ത് എനിക്ക് നിസ്കാരം ഉണ്ടാവില്ല, മെൻസസ് ആണ്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് എഴുതാം? അവർക്ക് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് എഴുതാം. എഴുതുന്ന സമയത്ത് ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഈ മുഹറം മാസം കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട അമലുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. വിശുദ്ധമായ റമളാൻ മാസം കഴിഞ്ഞാൽ നോമ്പ് പിടിക്കുന്നത് ഏറ്റവും വലിയ കൂലി അല്ലാഹു നൽകുന്ന ഒരു മാസം. അത് അല്ലാഹുവിൻ്റെ മാസമെന്ന് മുത്ത് റസൂൽ പരിചയപ്പെടുത്തിയ മുഹറം മാസത്തിലാണ്. നോമ്പ് പിടിച്ചാൽ വലിയ പുണ്യമാണ്. മുഹറം 9, 10 വലിയ ശ്രേഷ്ഠതയുള്ള താസുആഇൻ്റെയും ആശുറാഇൻ്റെയും നോമ്പ്.
അതുപോലെ തന്നെ മുഹറം 11 നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ നോമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുഹറം 1 എന്നാണെന്ന് മനസ്സിലായ അന്ന് മുതലേ നോമ്പ് പിടിച്ചു തുടങ്ങുക. ഒരു വർഷത്തിൻ്റെ തുടക്ക ദിവസങ്ങൾ തന്നെ നോമ്പിലൂടെ ഇബാദത്തുകളിലൂടെ നമ്മൾ തുടങ്ങിയാൽ ആ വർഷം വലിയ ഖൈറുണ്ടാകും. പിന്നെ മാത്രമല്ല മുഹറം മാസം 1 അറിഞ്ഞാൽ അന്നത്തെ രാത്രി തന്നെ, അതായത് മുഹറം 1 രാവിലെ തന്നെ ഒരുപാട് അമൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ ഏതാണ് ഉസ്താദ് ഞങ്ങൾക്കറിയില്ല. അതൊക്കെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് സമയം പോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിട്ടും. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മുഹറം 1 എന്നാണെന്ന് അറിഞ്ഞാൽ അന്നത്തെ ആ ഒരു രാത്രിയിൽ, അന്നത്തെ ആ മഗ്രിബിന് ശേഷം പറയേണ്ട ഒരുപാട് ദിക്റുകൾ, ദുആകൾ, ചെറിയ സൂറത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ആ സമയത്ത് പഠിക്കാം. അല്ലാഹു തആല അതൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇനി ഈ മുഹറം മാസം കടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിക്റുകളിൽ പെട്ട ഒരു ദിക്റാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം അധികരിപ്പിച്ച ദിക്ർ. ഏതാണ്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 40 ദിവസത്തോളം ആ വലിയ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഒരു പ്രയാസവും അനുഭവിക്കാതെ മഹാനവറുകൾക്ക് കഴിയാൻ അല്ലാഹു തആല വലിയ തൗഫീക്ക് നൽകിയത് ഈ ദുആ മഹാനവറുകൾ ഒരുപാട് കണ്ട് അധികരിപ്പിച്ചത് കൊണ്ടാണെന്ന് തഫ്സീറിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാം. ആ മഹാനായ യൂനുസ് നബിയെ അല്ലാഹു തആല വലിയ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിച്ച മാസമാണ് ഈ പരിശുദ്ധമായ മുഹറം മാസം. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, നമുക്കും ഒരുപാട് നീറുന്ന പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ, നമ്മുടെ മക്കളുടെ പ്രയാസങ്ങൾ മാറാൻ, നമ്മുടെ ഭാര്യയുടെ രോഗങ്ങൾ മാറാൻ, നമ്മുടെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഖൈറുണ്ടാവാൻ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സ്നേഹിക്കുന്നവർ എല്ലാവരുടെയും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറാൻ ഈ ഒരു ദുആ നമ്മൾ പതിവാക്കുക, അവരോടും ചൊല്ലാൻ പറയുക. ഏതാണ് ആ ദുആ? ഏതാണ് ആ ദിക്ർ? ഇതൊരു ദുആയാണ്, ദിക്റാണ്, ഖുർആൻ ആയത്തുമാണ്. അപ്പോൾ ഈ ഒരു ദിക്ർ നമ്മൾ പറഞ്ഞാൽ 3 കൂലിയാണ്. ഒന്ന്, ഒരു ഖുർആൻ ആയത്തോതിയ കൂലി കിട്ടും. ഒരു ദിക്ർ പറഞ്ഞ കൂലിയാണ്. അതുപോലെ ഒരു ദുആ പറഞ്ഞ കൂലിയാണ്. ഏത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത, ആരാധനക്കർഹനല്ലാഹുവേ നീയല്ലാതെ മറ്റാരുമില്ല. ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക റബ്ബേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, റബ്ബേ ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയ റബ്ബേ അല്ലാ. ഇതാണ് മഹാനായ യൂനുസ് നബി പറഞ്ഞ ദുആ. അതുകൊണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് പരിശുദ്ധമായ മുഹറം മാസം കടന്നു വരികയാണ്. എന്തൊക്കെ കാര്യങ്ങൾ മൊത്തത്തിൽ ശ്രദ്ധിക്കണം? കുടുംബബന്ധം ചേർക്കണം. ആ കുടുംബബന്ധത്തിൽ ഖൈറുണ്ടാവാനൊരു ദുആ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ നോമ്പ് പിടിക്കുന്ന കാര്യം പറഞ്ഞു. നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ വമ്പൻ പ്രതിഫലമാണ്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതേണ്ടതുണ്ട്. അതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദുആ നമ്മൾ വർദ്ധിപ്പിക്കണം. അറിയാവുന്ന ദുആ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, അറബിയിലാണെങ്കിൽ അറബിയിൽ ആ നല്ല ദുആകൾ നമ്മൾ പറയുക, അറിയാവുന്ന ദുആകൾ പറയുക. ഒരിക്കലും മറ്റുള്ളവർക്ക് എതിരായിട്ട് ദ്വാരക്കരുത്. പഠിച്ചോനെ അവൻ നശിച്ചു പോണേ, അവൻ്റെ വീട് കുടുങ്ങിപ്പോണേ, അവൻ്റെ വീട്, അവൻ്റെ സ്ഥാപനം വെള്ളത്തിൽ ഒലിച്ചു പോണേ. ഒരിക്കലും മറ്റുള്ളവർക്ക് കേടായി ദ്വാരക്കരുത്. ആർക്കെങ്കിലും എതിരെ നമ്മൾ ദ്വാരെന്നാൽ ആ എതിരായി ദ്വാ ചെയ്ത് നമുക്ക് തന്നെ ഭവിക്കുന്നത്. അല്ലാഹുവേ അവനെ നീ വണ്ടി ഇടിപ്പിച്ച് മരിപ്പിക്കണേ എന്നെങ്ങാനും നമ്മൾ ദ്വാരെന്നാൽ, അങ്ങനെ ആരും ദ്വാരക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലെങ്കിൽ മറ്റൊരാൾക്കൊരു രോഗം കൊടുക്കണേ, അവൻ്റെ ആ പുതിയ കാറ് അത് എവിടെയെങ്കിലും ഇടിക്കണേ, ദ്വാരെന്നില്ലെങ്കിൽ മനസ്സിൽ കരുതുമല്ലോ. അങ്ങനെ മനസ്സിൽ കരുതരുതെന്നാണ്. ആരോടും അസൂയ ഉണ്ടാവാൻ പാടില്ല. മുഹറം മാസമാണ്. ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുത്ത മാസമാണ്. ഒരുപാട് മുഹറം മാസവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോകൾ നമുക്ക് സംസാരിക്കാം, നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ വരുന്ന മുഹറം മാസം അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ. കടന്നു പോകുന്ന ദുൽഹിജ്ജ മാസം, കടന്നു പോകുന്ന ആ വർഷം, ഹിജ്റ വർഷം നമുക്ക് അനുകൂലമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. മുഹറം മാസം എന്നാണ് എന്ന് വീണ്ടും ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. ഉസ്താദേ മുഹറം 1 എന്നാണ്. ഇപ്പോൾ ദുൽഹിജ്ജ മാസം വിട പറയാൻ ഒരുങ്ങുകയാണ്.
മറ്റന്നാൾ ശനിയാഴ്ച ദുൽഹിജ്ജ 29, മറ്റന്നാൾ ശനിയാഴ്ച ദുൽഹിജ്ജ 29 മഗ്‌രിബോട് കൂടി നിലാവ് കണ്ടാൽ ഞായറാഴ്ച മുഹറം 1 ആയിരിക്കും. ഇനി നിലാവ് കണ്ടില്ല എങ്കിൽ ഞായറാഴ്ച ദുൽഹിജ്ജ 30 പൂർത്തിയാക്കി തിങ്കളാഴ്ച 1 ആയിരിക്കും. ഇതൊക്കെ നമുക്കറിയാം, നമ്മളത് ഇനി കൂടുതൽ വിശദീകരിക്കുന്നില്ല. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്ര വ്യത്യസ്തമായ ഒരുപാട് ഇൽമുകൾ നിറഞ്ഞ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളൊക്കെ പറയുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾ കാണുകയും ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. അതുപോലുള്ള വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഖൈറിൻ്റെ, സലാമത്തിൻ്റെ, സ്വലാഹിയ്യത്തിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. മറ്റുള്ളവരിലേക്ക് നമ്മൾ ഈ വീഡിയോകൾ എത്തിച്ചു കൊടുക്കുമ്പോൾ അവരും കാണുന്നു, അവരും ഇത് പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുന്നു. അൽഹംദുലില്ലാ, പറഞ്ഞവർക്കും അതുപോലെ ഇത് സംഘടിപ്പിച്ചവർക്കും അയച്ചു കൊടുത്ത എല്ലാവർക്കും അത് ദുനിയാവിലും ആഖിറത്തിലും വലിയൊരു മുതൽക്കൂട്ടാണ്. അല്ലാഹു തആല നമ്മുടെ ഈ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ പറയുന്നുണ്ടോ അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ അസുഖങ്ങളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബാദികളിൽ ആർക്കെല്ലാം എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് അല്ലാഹു തആല പരീക്ഷണം കൊടുത്തിട്ടുണ്ടോ വേഗത്തിൽ അല്ലാഹു തആല ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാസികളായ ഒരുപാട് പേര് നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ കുടുംബാദികളിലും അതുപോലെ അവരുടെ കച്ചവടങ്ങളിലും അവരുടെ തൊഴിലുകളിലും അല്ലാഹു ബറക്കത്ത് ഏറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. മുഹറം മാസത്തെ സ്വീകരിക്കുവാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനും അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ഏറ്റി കൊടുക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.